എന്താ മമ്മി? ഞാനേ ജെന്നിനെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ. എന്താ മാം ഈ രാത്രിയില് ജെന്നിനെ വിളിക്കാൻ പോകുന്നേ? എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ മമ്മിക്ക് തീരെ വയ്യാന്ന്. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോണം. നീയാണെങ്കിൽ അങ്ങോട്ട് വരത്തുമില്ലല്ലോ. ഞാൻ അവളെ വിളിച്ചു പോട്ടെ. അവക്കാണെങ്കിൽ മമ്മിയെ കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ അവളെ ഇങ്ങനെ ആ വീട്ടിൽ നിർത്തുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡിനെ ബാധിക്കും. അവളെ വിളിക്കാനേ വേണം. മമ്മി ഇപ്പൊ നേരം 12 മണി ആവാറായി. ഈ സമയത്താണ് മമ്മി അവരെല്ലാം എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. അവിടെ കുട്ടികൾ മാത്രമുള്ളടി. നിനക്കറിയാലോ ക്ലാരയുടെ മമ്മി അവളുടെ മമ്മിയുടെ വീട്ടിലേക്ക് പോയിക്കാന്ന്. പിന്നത് അവിടെ വീട്ടിലുള്ളവരൊക്കെ എന്തിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോ അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർ ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഞാൻ കുറച്ചു മുമ്പ് ഒരു 9 മണി 8 മണിയൊക്കെ ആയപ്പോ ക്ലാരൊക്കെ വിളിച്ചിരുന്നു. അവര് മൊബൈലിൽ കുത്തിയിരിക്കാന്നാ പറഞ്ഞേ. എന്നെ മമ്മി അവളെ വിളിച്ചോണ്ട് പോയി കേട്ടോ. ഇവിടെ മെയ്ഡ് ഉണ്ട് കേട്ടോ. മോള് ഒറ്റയ്ക്കല്ല കേട്ടോ. അതെനിക്ക് അറിയാലോ മമ്മി. പിന്നെ മെയ്ഡിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നന്നായിട്ട് വഴക്ക് പറഞ്ഞോണം. ഓക്കെ മോളു? അതൊക്കെ വേണം മമ്മി. മെയ്ഡ് പാവല്ലേ. നിനക്ക് എവിടുന്ന് എനിക്കില്ലാത്ത സിമ്പതിയൊക്കെ വരുന്നേ? അത് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയില്ല മമ്മി. എനിക്ക് എല്ലാവരോടും കുറച്ച് സിമ്പതിയും മനുഷ്യത്വമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും അല്ല അതില്ലാത്ത. എന്തായാലും ഞാൻ അവളെ വിളിക്കാൻ പോവാട്ടെ. മോളു നീ സൂക്ഷിക്കണേ. പപ്പ വരാൻ ഇന്ന് വൈകും. അതെന്താ മമ്മി? പപ്പ ഇന്ന് ഒരു 2 മണി ആകുമ്പോഴേക്ക് എത്തുള്ളൂ. പപ്പയ്ക്ക് ഇന്ന് കുറെ ജോലി പെൻഡിങ്ങാ. കുറെ ആൾക്കാര് കുറെ പദ്ധതികൾക്ക് ഒപ്പിടാനായി കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കി അതൊക്കെ നല്ലതാണെന്നൊക്കെ നോക്കി അതൊക്കെ നന്നായി ചെയ്യണം. അല്ലെങ്കിൽ നാട്ടുകാരെ ഇളകില്ലേ. ഓക്കെ മമ്മി. മമ്മി പോയിട്ട് വാ. ഞാനിവിടെ നിന്നോളാം. ഐ ഹാവ് നോ പ്രോബ്ലം. ഓക്കെ മോളു. ബൈ. ബൈ മമ്മി. എല്ലാവരും ഉറങ്ങിയോ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ക്ലാര, ജെന്നി, ക്ലാര, ജെന്നി, കം ഓൺ. അമ്മേ നിങ്ങളോ? എന്താ നിന്നെ വിളിച്ച്? അമ്മേന്നോ? നിന്നെ മമ്മി എന്നല്ലേ വിളിക്കാറ്? മമ്മി വരൂ മമ്മി, അകത്തേക്കിരിക്കാം. ഈ കുടിസ് വീട്ടിലേക്ക് ഞാനോ? മോളെ വാ നമുക്ക് പോവാം. എങ്ങോട്ടാ മമ്മി? മോളെ നിന്റെ ഗ്രാൻഡ്മയെ കാണാൻ. ഗ്രാൻഡ്മയ്ക്ക് തീരെ വയ്യ. അതിന് മമ്മിക്ക് ഒറ്റയ്ക്ക് പോയാ പോരെ? മമ്മിക്ക് എന്തിനാ ഞാൻ കൂട്ടിന്? എന്താ മോളെ നീ പറയുന്നേ? എനിക്ക് ഗ്രാൻഡ്മയെ കാണണ്ടേ? നീയല്ലേ ഇന്നലെ കൂടെ പറഞ്ഞ് ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോകാമെന്ന്. അതിന് രാത്രിയാണോ മമ്മി വരേണ്ടത്? എത്ര പോയ ടൈം ഉണ്ടായിരുന്നു. വാ മമ്മി അകത്തേക്ക് വാ. എന്തിനാ മോള് നീ എന്നെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്നേ? ഇവിടെ ആരുമില്ല മമ്മി. മമ്മി ഒന്ന് അകത്തേക്ക് വന്നാ മാത്രം മതി. എന്തിനാ മോള് നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നീ ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം. നീ ക്ലാരയോട് പോയി പറഞ്ഞു പോകുന്ന കാര്യം എന്നിട്ട് വാ. നോ മമ്മി, മമ്മി എന്റെ കൂടെ അകത്തേക്ക് വരണം. വന്നേ പറ്റൂ. ഓക്കെ. ഈ കുട്ടിയുടെ ഒരു കാര്യം. മമ്മി ഇവിടെ നിൽക്ക, ഞാൻ ക്ലാരയെ വിളിച്ചോണ്ട് വരാം. ഇവക്ക് എന്താ പറ്റിയത്? ഈ അനവരാധികളുടെ വീട്ടിലേക്ക് എന്നെ കയറ്റാൻ മാത്രം ഇവക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടിയത്? ഇവളെന്റെ മോള് തന്നെയാണോ? ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്റെ ദേവി ഇവിടെ കൊണ്ടുവന്നാക്കിട്ട്? ആ മോളെ വാ പോവാം. ചെന്നി നോക്ക്, ആ പ്രേതം നിന്റെ മമ്മിയുടെ രൂപത്തിലാണ് വന്നേക്കുന്നേ. അതെടി, കണ്ട എന്റെ മമ്മി പോലെ തന്നെയുണ്ട്. പക്ഷെ കൂർത്ത പല്ലുകളൊന്നുമില്ല. അത് വെക്കാൻ മറന്നതാ അവിടെ. മമ്മിക്ക് പ്രേതത്തിന്റെ പണി കൊടുക്കാം. എന്താ മക്കളെ നിങ്ങൾ ആലോചിക്കുന്നേ? പോവാം. നിങ്ങളുടെ കൂടെ ഞാൻ വരില്ല. എന്നിട്ട് എന്നെ ചോര കുടിക്കാനല്ല. എന്തൊക്കെ മോളെ നീ പറയും? ജെന്നി, നമുക്ക് പ്രേതത്തിന് തലയിൽ കയറി ഇരുന്ന് കൊട്ടാം. പ്രേതമേ, ഇനി നിനക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ നിങ്ങൾ എന്താ കാണിക്കുന്നേ? അയ്യോ തല എണീക്ക് ക്ലാര. നിങ്ങളുടെ നാടകമൊന്നും ഇങ്ങോട്ട് വേണ്ട പ്രേതമേ. പ്രേതം ഞങ്ങൾ കാണിച്ചിടാം. ഞങ്ങൾ പ്രേതം വിടത്തില്ല. അയ്യോ കുട്ടികളെ, ഞാൻ പ്രേതം ഒന്നുമല്ല. നോട് പറയേണ്ട പ്രേതം. ഞങ്ങൾക്ക് അറിയാം നീ പ്രേതമാണെന്ന്. നിന്നെ ഞങ്ങൾ വേറെ വിടില്ല. ദേവി ഞങ്ങളുടെ വിളി കേട്ടു. പ്രേതം ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ നിങ്ങളെ പിടിച്ചു വെച്ചേക്കാം. നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റും. അയ്യോ ഏത് പ്രേതം? മൈ ഗോഡ്, ഇവരെ കൊന്നിട്ട് തലേന്ന് എടുത്തു തരൂ. നോ പ്രേതം, ഞങ്ങൾക്ക് അറിയാം നീ ജെന്നിയുടെ മമ്മി അല്ല. യു ആർ എ പ്രേതം. എന്ത് കുട്ടികൾ മംഗ്ലീഷ് ഒക്കെ പറയുന്നേ? ഐ ആം നോട്ട് പ്രേതം. ഐ ആം ജെന്നിസ് മോം. മമ്മി അല്ല, ഇത് പ്രേതം തന്നെയാ. എന്റെ മമ്മി എങ്ങനെ ഇങ്ങോട്ട് വരാനാ? മോള് നേരത്തെ അല്ലേ നീ എന്നെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറ്റിയത്? പോ പ്രേതമേ, ഞങ്ങൾ ആരും നിങ്ങൾ അകത്തേക്ക് കയറ്റിട്ടില്ല. പിന്നെ എങ്ങനെ എന്റെ മമ്മി ഇങ്ങോട്ട് വരും? ഇത് പ്രേതം തന്നെ. നിങ്ങളെല്ലാം ചിരിച്ചതേ? ഞാനൊന്നും അല്ല കുട്ടികളെ, എന്നെ വെറുതെ വിട്ടേ. അത് ഞാനാ. ഇതെന്താ 2 ജെന്നികളോ? അമ്മേ. അയ്യോ ജെന്നി, ഇത് നിന്റെ ശരിക്കും മമ്മിയാ? അതേ തോന്നുന്നു. അയ്യോ, അപ്പൊ ഇതാണ് പ്രേതം? തോന്നുന്നു ജെന്നി, അതാ പ്രേതം. തോന്നുന്നുവല്ല, എന്റെ അതേ രൂപമാക്കാൻ പ്രേതത്തിന് മാത്രമേ പറ്റുള്ളൂ. പ്രേതത്തിന് സർക്കസിന് പോയിക്കൂടെ? എല്ലാവരുടെ രൂപം ഇങ്ങനെ ആക്കാൻ കഴിയുമെങ്കിൽ. അയ്യോ, എന്റെ കൂട്ടുകാരൊക്കെ എവിടെ? അവരൊക്കെ പ്രേതം പിടിച്ചോ? അതോ അവരൊക്കെ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഇവിടുന്ന് പോയോ? പോയി കാണും.
പ്രേതത്തിന് മുന്നിൽ ഞാൻ മാത്രം ഇങ്ങോട്ടൊന്ന് കരുതി കാണും. ഒരു 10 മിനിറ്റത്തേക്ക് ബോധം പോയപ്പോഴേക്കും ഇവരിങ്ങനെ ചെയ്തല്ലോ. അപ്പൊ ഞാൻ മരിച്ചു പോയാ ഇവരെന്തൊക്കെ ചെയ്യും? അയ്യോ പ്രേതം! അയ്യോ പ്രേതം രക്ഷിക്കണേ അമ്മേ! എടി മണ്ണി, എടി മണ്ണി, ഞാൻ നിന്നെ ചേച്ചിയടി, അല്ലാതെ പ്രേതമല്ല. ചേച്ചി തന്നെയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? കഴിഞ്ഞ പ്രാവശ്യം വന്നത് ചേച്ചിയല്ലല്ലോ, പ്രേതമായിരുന്നല്ലോ. അത് കണ്ടിട്ട് ഞാൻ ബോധം കെട്ട് വീണത്. അപ്പൊ ഇത് ചേച്ചിയെ? എന്തുപാടി നിനക്ക്? നിങ്ങളൊക്കെ കൂട്ടമായി വട്ടായോ? എല്ലാവരും പ്രേതം പ്രേതം പറയുന്നു. ആ പാത്തവും കുട്ടിയൊക്കെ വന്നുകൊണ്ട് പ്രേതം പ്രേതം എന്നെ ഇങ്ങോട്ട് ഉന്തി വിട്ടതാ. അപ്പൊ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയില്ലേ? അവരെങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നേ? ഇവിടെ എന്തൊരു കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല. നല്ല ചേച്ചി തന്നെ മനുഷ്യനാണ് പ്രേതമാണെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാ. ഞാൻ മനുഷ്യൻ തന്നെയാ. ഒരു പ്രേതം എവിടെ നിന്ന് എനിക്ക് ഇപ്പൊ പ്രേതത്തെ കിട്ടിയ? ചേച്ചി എല്ലാം ഞാൻ പറഞ്ഞുതരാം ചേച്ചി. അത് ചേച്ചി ഒറിജിനൽ ആണോ അല്ലേന്ന് എനിക്ക് അറിയണം. അതിപ്പോ എങ്ങനെ നീ അറിയാം? ഞാൻ ചേച്ചിയോടൊരു ചോദ്യം ചോദിക്കാം. ചേച്ചിക്ക് അച്ഛനോ ഡയറി മിൽക്ക് തന്നു. ചേച്ചി അതിന് പാതി എനിക്ക് തരൂ, അത് മുഴുവൻ ചേച്ചി കഴിക്കോ? മുഴുവൻ ഞാൻ കഴിക്കും. അപ്പൊ ഇതെന്റെ ചേച്ചി തന്നെയാ, ഞാൻ ഉറപ്പിച്ചു. ഈ ഉത്തരം ചേച്ചിയും തോയുന്നല്ലാതെ വേറെ ആരുടെ വായിന്ന് വീഴത്തില്ല. അപ്പൊ ചേച്ചി തന്നെ പ്രേതമൊന്നുമല്ല. അല്ല, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇനി നിങ്ങളൊക്കെ പറയുന്ന പോലെ ശരിക്കും പ്രേതമുണ്ടോ? ഉണ്ട് ചേച്ചി, ഉണ്ട്. ഒരു പ്രേതമൊന്നുമല്ല, ഈ വീട് മുഴുവൻ പ്രേതമാ തോന്നുന്നേ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി. അവർക്ക് പ്രേതത്തെ കണ്ടപ്പോ എന്നെ ഇവിടെ ഒറ്റക്കാക്കി ഓടി കളഞ്ഞു ചേച്ചി. ആരാ പറഞ്ഞു അവർക്ക് ഓടുന്ന? അവരൊക്കെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നത്. പ്രേതം ഒന്നും ഉണ്ടാകില്ല. നിനക്കൊക്കെ തോന്നുന്നതാവും ഇതൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ എന്തെങ്കിലും കണ്ടപ്പോ എന്റെ പോലെ തോന്നിക്കാണെങ്കിലും അല്ല ചേച്ചി, ഒറിജിനൽ ആയിട്ടും ചേച്ചിയുടെ രൂപത്തിലാ പ്രേതം വന്നത്. ഞങ്ങൾ എല്ലാവരും ആകെ പേടിച്ചു പോയി. അപ്പൊ ഞാൻ അറിയാതെ ബോധം കെട്ടുപോയി. ആ സമയത്ത് അവരെല്ലാവരും ഇവിടുന്ന് ഓടിപ്പോയി. എനിക്ക് തോന്നുന്ന പ്രേതം അവരെ ഓടിച്ചതാകാം. അവരാരും ഓടിപ്പോയിട്ടില്ല. നീ അങ്ങനെയൊന്നും കരുതണ്ട. അവരൊക്കെ എന്റെ അടുത്തേക്ക് വന്നതാ എന്നെ വിളിക്കാനായിട്ട്. നിങ്ങൾ എന്തോ കണ്ട് പേടിച്ചതാ. അല്ലാതെ എന്റെ രൂപത്തിലൊന്നും പ്രേതം കാര്യമില്ലടി. ചിലപ്പോ ഞാൻ തന്നെ മൂത്രം വയ്ക്കാൻ എന്തെങ്കിലും എഴുന്നേറ്റപ്പോ എന്നെ കണ്ട് പേടിച്ചതാവും നിങ്ങൾ. അല്ല ചേച്ചി, ഇതുപോലെ ഞാൻ ആ പ്രേതത്തെ കെട്ടിപ്പിടിച്ച കാര്യമായിരുന്നു. പെട്ടെന്ന് പ്രേതത്തിന് കണ്ണുകളൊക്കെ ചുവന്നു, പല്ലുകളൊക്കെ കൂർത്ത പോലെയായി. എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.